ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഫെബ്രുവരി 19, വിശുദ്ധ കോൺറാഡിൻ്റെ തിരുനാൾ. പിയ ചെൻസായിൽ വളരെ കുലീനമായ ഒരു കുടുംബത്തിൽ ജനിച്ച കോൺറാസ് വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിച്ച അദ്ദേഹം ദൈവഭക്തിയിൽ ജീവിക്കാൻ നിരന്തരം പരിശ്രമിച്ചു. നായാട്ട് വിനോദക്കാരനായിരുന്ന അദ്ദേഹം ഒരിക്കൽ തൻ്റെ സേവകരോട് ആജ്ഞാപിച്ചത് കാരണം കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന കാട്ടുമൃഗത്തെ അവർ വച്ച വെടിയുണ്ട കാരണം തീപിടിച്ച് വനവും വയലും കത്തിനശിച്ചു. കാടിന് തീയിട്ടത് ഒരു ഭിക്ഷുവാണെന്ന് കരുതി അറസ്റ്റ് ചെയ്യുകയും വിചാരണ നടത്തി വധശിക്ഷ വിധിക്കുകയും ചെയ്തു. സാധു ഭിക്ഷുവിനെ കൊലക്കളത്തിലേക്ക് ആനയിക്കുന്നത് കണ്ട് ദുഃഖാർത്ഥനായ കോൺറാഡ് തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞ് ആ ഭിക്ഷുവിനെ സ്വതന്ത്രനാക്കി. അഗ്നി കൊണ്ടുണ്ടായ നഷ്ടം പരിഹരിക്കാൻ കോൺറാഡ് തൻ്റെ വസ്തു മുഴുവനും കണ്ടുകെട്ടി. സ്വത്ത് നഷ്ടപ്പെട്ട ദരിദ്രനായി തീർന്ന കോൺറാഡ് ഒരു കുടിലിൽ താമസമുറപ്പിച്ചു. ഭാര്യ ക്ലാരമഠത്തിൽ ചേർന്നു. ഏകനായി റോമിലേക്കും അനന്തരം സിസിലിയിലേക്കും പോയി. 30 വർഷം കഠിനമായ തപസ്സിൽ ജീവിതം കഴിച്ചു കോൺറാഡ് ദിവംഗതനായി. ഭാഗ്യപ്പെട്ട ദാരിദ്ര്യമെന്ന് വിശേഷിപ്പിക്കുന്ന വിശുദ്ധ കോൺറാഡെ, ദരിദ്രരും പാപികളും വിവാഹിതരുമായ ഞങ്ങൾക്കു വേണ്ടിയും കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. കോർണിയ രോഗികൾ ഞങ്ങൾക്കു വേണ്ടിയും സഹായം അഭ്യർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.